ഈ വീട്ടിൽ ചിലരെയൊക്കെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അമ്മയുണ്ടല്ലോ, പരമേശ്വരൻ ചേട്ടനുണ്ടല്ലോ എന്ന് കരുതി ഞാൻ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇനി ആ സൗജന്യെ മോള് പ്രതീക്ഷിക്കണ്ട കേട്ടോ. നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഞാൻ തന്നെ തരാം. ചെല്ല്, പോ, നോക്ക്, പോ. ഒന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ. അതേ, അമ്മമാരുടെ ഒരു സ്ഥിരം ശീലമാ. മക്കൾ ഏത് ഡ്രസ് ഇട്ട് ഏത് കോലത്തില് അമ്മമാരുടെ മുമ്പിൽ വന്നാലും അവര് പറയും ഇപ്പൊ മോനെ കാണാൻ നല്ല ചന്തമാണെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞൊന്നുമല്ല, കാണാൻ ഇപ്പൊ നല്ല ചന്തമുണ്ട്. വാ. എങ്ങോട്ട്? ഇങ്ങോട്ട് വാടാ. എവിടേക്കാണെന്ന് പറയാമേ. ഞാൻ നിന്റെ അമ്മയല്ലേ, നിന്നെ കൊല്ലാനൊന്നും കൊണ്ടുപോവില്ലല്ലോ. അതെ, കൊല്ലാൻ കൊണ്ടുപോകാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യവും പറയാതെ കൂടെ നടക്കാൻ പറയുന്നത് അത്ര നല്ല ശീലമല്ല. ഇത്തവണ അക്കാര്യത്തിൽ എന്നോടൊന്ന് ക്ഷമിച്ചേ പറ്റൂ. നീ വന്നേ ഇങ്ങോട്ട്. വാടാ. എങ്ങോട്ടാന്നൊക്കെ പറയാൻ നീ വാ. നടക്കും. ചേച്ചി എന്നാ പോയിക്കോട്ടെ. ചേച്ചി നിന്നേ. മോളെ, എന്താ ഇത്? പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവല്ലേ. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് എല്ലാ സ്ഥാനത്തും ചേച്ചിയെ കണ്ടിട്ടാ. അതെ, സത്യം പറഞ്ഞ അമ്മയുടെ ഈ സസ്പെൻസ് എന്നെ കൊല്ലാകൊല ചെയ്യാ കേട്ടോ. ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നീ മുറിയിലേക്ക് ചെല്ല്. ആഹാ, ഒരുക്കി ഇറക്കി എന്നെ കൊണ്ടുവന്നത് ഉറങ്ങാൻ വിടാനാണോ? ചെല്ലടാ. അമ്മ ഇതൊക്കെ എന്തിനാ ചെയ്തതെന്നേ നിനക്കകത്ത് കയറി ചെല്ലുമ്പോ മനസ്സിലാവും. ചെല്ല്. എടാ ചെല്ല്. പോ. ചെല്ല്. ഭഗവാനെ, എനിക്ക് ശക്തി തരണേ. ഇനി ഒരിക്കലും എന്റെ ചിന്തയെ പോലെ ശേഷിക്കരുത്. എല്ലാം മായ്ച്ചു കളയണേ.
കൃഷ്ണന് പ്രിയം രാധയോടല്ലേ? കൃഷ്ണൻ ഒരിക്കലും രാധയെ കൈവിടാൻ സാധിക്കില്ല. എല്ലാത്തിന്റെയും അവസാനം രാധാകൃഷ്ണ സംഗമമാണ്. സമാധാനിക്കൂ. നീ എന്നെ ട്രാപ്പ് ചെയ്യാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? എടി പറയടി. പറയാൻ ഓടി. എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. ഇറങ്ങി പോവാൻ. നിന്നെ എന്റെ മുമ്പിൽ ആര് വേഷം കെട്ടിച്ചാലും ഒരു കൊലപാതകയുടെ കൂടെ കടന്നുറങ്ങാൻ എനിക്ക് മനസ്സിലായി. വേണ്ട, കണിമംഗലത്തേക്ക് നീ ഒരിക്കലും തിരിച്ചു കയറരുതെന്ന് ഞാൻ തീരുമാനിച്ചതാ. പക്ഷേ എന്തോ മറിമായം കാണിച്ച് അമ്മയുടെ മനസ്സുവരെ മാറ്റുന്ന രീതിയിൽ നീ എന്തോ അടി ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനാ പാവം രാധികയെ കൂട്ടുപിടിച്ചു. അതുകൊണ്ടൊക്കെ എന്നെ തോൽപ്പിക്കാന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? എടി പറയാൻ. പറയാൻ. എന്താ ഇവിടെ ബഹളം? ഒന്നുമില്ലമ്മേ, അമ്മ അകത്തേക്കോ. എന്താ? ആ വാ, കേറുവാ. ഏയ്, അമ്മയുടെ മോൻ, അതായത് ഈ നിൽക്കുന്ന ഞാൻ LKG ക്ലാസ്സിൽ പഠിക്കൊന്നും അല്ല. മുണ്ടും ജുബ്ബയിട്ട് ഒരുങ്ങാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ അമ്മയോട് ഒന്ന് ചോദിച്ചു. പക്ഷേ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഇല്ല. അമ്മ എന്നോട് പറഞ്ഞത് നിന്നെ ഞാൻ കൊല്ലാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്നാ. എന്നിട്ട് കൊണ്ടുവന്ന് അടച്ചത് ഒരു മണിയറയിലേക്ക്, അതെന്തേ ഇവളുടെ മുമ്പിലേക്ക്. അമ്മേ, ഇവള് കൊല്ലാൻ മടിക്കാത്തവളാണെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ഇവൾക്ക് എന്നെ കൊല്ലാൻ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടോ? എടാ, നീ എന്നെ കുറ്റപ്പെടുത്തണ്ട. ഒരു ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന രീതിയിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ടാ അത് മാറ്റണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. അമ്മേ, ഞങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി അമ്മ ഒരുപാട് ബുദ്ധിമുട്ടണമെന്നില്ല. ഞാനും പ്രിയങ്കയും തമ്മിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാവാൻ പോകുന്നില്ല. ദേ, അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു കാര്യവും നീ മനസ്സിൽ താലോലിക്കേണ്ട വരും. ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞാൻ തീരുമാനിക്കുന്നത് അല്പം ക്രൂരമായിട്ടായിരിക്കും. നിനക്കത് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അമ്മേ, അമ്മയ്ക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഇത് എന്റെ ലൈഫാ, എന്റെ ലൈഫ്. ഇത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ അങ്ങ് ജീവിക്കും. ഇഷ്ടമില്ലാത്തൊന്നും എന്റെ തലയിൽ കെട്ടിവെക്കാൻ ആരും നോക്കണ്ട. അമ്മയുടെ പെരുമാറ്റം ക്രൂരമാവുമെങ്കിൽ അതിനേക്കാൾ ക്രൂരമായിട്ട് പെരുമാറാൻ എനിക്കും അറിയാം. മോളെ,
എടാ നീ ആ കയ്യിങ്ങ് തന്നെ കലക്കിയടാ. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയായിരുന്നാലും അങ്ങ് പറഞ്ഞേക്കണം. ഇപ്പൊ നിന്റെ മനസ്സില് കാര്യങ്ങൾക്കൊരു വ്യക്തതയുണ്ടല്ലോ. അതെങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകണ്ടേന്ന് ഈ മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം. മുത്തശ്ശി, കാറും കോളും ഒക്കെ ഒന്ന് അടങ്ങട്ടടാ. അത് കഴിയുമ്പോ സത്യം എല്ലാവർക്കും ബോധ്യമാവും. നീ താലി കെട്ടിയ പെണ്ണാണ് നിന്റെ ഭാര്യയെന്ന്. അത് അംഗീകരിക്കാതെ ഒരാൾക്കും പറ്റില്ല. നീ സമാധാനായിട്ടിരിക്കടാ. ചേച്ചി, ഇനി ഇങ്ങനെ ജീവിക്കേണ്ടി വന്നു ഞാൻ ചത്തുകളയും. മോളെ, എല്ലാം കണ്ടല്ലോ നീ, എല്ലാ തീരുമാനവും കേട്ടല്ലോ. ഇവിടിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബഹളങ്ങളുടെ ആണിക്കല്ല് നീയാ. ഇവളേതായാലും ചാവൂന്നല്ലേ പറയുന്നത്? പറ്റുമെങ്കിൽ നിന്റെ കൈകൊണ്ട് തന്നെ ഇവളെ കൊന്നേക്ക്. അമ്മ എന്താ ചേച്ചിയോട് അങ്ങനെ ദേഷ്യത്തെ സംസാരിച്ചത്? എല്ലാത്തിനും കാരണം ചേച്ചിയാണെന്നാണല്ലോ പറയുന്നത്. അതെന്താ അങ്ങനെ? അത് ദേഷ്യം വരുമ്പോ ആരോടെങ്കിലും എന്തെങ്കിലും പറയണ്ടേ? തിരിച്ചു പറയാത്തവരോട് പറയുന്നല്ലേ എളുപ്പം. അമ്മയുടെ ദേഷ്യം അതുകൊണ്ട് അടങ്ങുമെങ്കിൽ അടങ്ങട്ടെ. മോളെ, നീ വേറൊന്നും ചിന്തിക്കരുത്. തൽക്കാലം ഇതങ്ങ് ക്ഷമിക്കേ. നോക്ക്, പതുക്കെ പതുക്കെ എല്ലാം നേരാവും. അതുവരെ ചേച്ചി നിന്റെ കൂടെയുണ്ട്. ഇത്രയും മാറിയ നിന്നെ ആരും തോൽപ്പിക്കാൻ ചേച്ചി സമ്മതിക്കില്ല. ചേച്ചി നോക്കിക്കൊള്ളാല്ല. എന്താ ചെറിയമ്മ ഇവിടെ നടക്കുന്നത്? എന്തിനാ ഇപ്പൊ ഈ ആദ്യരാത്രി ആഘോഷമൊക്കെ? വരുൺ പ്രിയങ്കയെ നിഷേധിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? പിന്നെ എന്തിനാ അമ്മ അതിന് ശ്രമിച്ചത്? ഏട്ടത്തി ശ്രമിക്കുന്നതിലൊക്കെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? കാര്യം എനിക്കറിയാം. അക്കാര്യം കണ്ടുപിടിച്ചതും ഞാനാ. പക്ഷെ ആ കാര്യം പുറത്ത് പറഞ്ഞു എന്നറിഞ്ഞ എന്റെ തല പോവും. തല പോകുന്ന കാര്യോ? ഇതാരാ ചെറിയമ്മ ഭീഷണിപ്പെടുത്തിയത്? കൽപ്പനയെ സത്യം പറഞ്ഞ നിന്നോടിത് പറയാത്തതുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു. നീ അറിഞ്ഞതും കേട്ടതുമായിട്ട് ഭാവിക്കില്ലെങ്കിൽ ഞാൻ കാര്യം പറയാം. നമുക്കെന്തെങ്കിലും ഉപകാരമുള്ള കാര്യമാണോ ചെറിയമ്മേ? ആണോന്നോ? ഇതുവരെ നമ്മൾ എന്തിനാണോ ശ്രമിച്ചത് അതെല്ലാം ഒന്നിച്ച് നടക്കുന്ന കാര്യമാണ്. എന്നാ ചെറിയമ്മ കാര്യം പറ. ആദ്യം നീ എന്നോട് സത്യം ചെയ്യും, ഇതറിഞ്ഞതായിട്ട് ഒരാളോട് പോലും ഭാവിക്കില്ലെന്ന്. ഓ ഇല്ല, ഞാനിതറിഞ്ഞതിന്റെ പേരിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്നാ കേട്ടോ, ഈ വീട്ടിലൊരു അവിഹിത ബന്ധം നടക്കുന്നുണ്ട്. അതാര് തമ്മിലാണെന്നറിയോ? അത് നീ ഉദ്ദേശിക്കുന്നത് തന്നെയാ. വരുണും രാധികയും തമ്മില് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. 1-2 തവണയായി അത് ഞാൻ കൈയോട് പിടിക്കാൻ പിന്നാലെ നടന്നു. ഓരോ കാരണത്താൽ അത് നടന്നതുമില്ല. പക്ഷേ ഇപ്പൊ
ഇപ്പൊ ഞാൻ ഏട്ടത്തിയെ കൊണ്ടുവന്നത് നേരിട്ട് കാണിച്ചു കൊടുത്തു. രണ്ടു പേർക്കും കൂടി ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാന കൽപ്പനെ. ആഹാ. ഓ അതുകൊണ്ടാ വരുണിന് പ്രിയങ്ക ഇഷ്ടമല്ലാത്തത്. ഓ പിന്നെ കുറെ കാലമായിട്ട് ഒന്നിച്ചുള്ള നടപ്പും. ഇതിനിടയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം? എന്റെ ചെറിയമ്മേ, ഞാൻ ചെറിയമ്മയ്ക്ക് ഒരു വാക്ക് തന്നുപോയി. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇത് വെച്ച് ഞാൻ ഈ കുടുംബം കത്തിച്ചു കളഞ്ഞാന്. അബദ്ധമൊന്നും കാണിക്കരുത്. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാ ഏട്ടത്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നമ്മളെവിടുന്ന് പുറത്തു കളയും. അപ്പോ നമുക്കാ നഷ്ടം. അതല്ലല്ലോ വേണ്ടത്. നഷ്ടപ്പെടേണ്ടത് അവർക്കല്ലേ? ചെറിയമ്മേ, പ്രിയങ്ക നമ്മുടെ ശത്രുവാ. രാധികയോട് നമുക്കുള്ള ശത്രുത അതിൽ കൂടുതലും. അപ്പൊ പിന്നെ അവര് തമ്മിൽ തല്ലാനൊരു അവസരം ഉണ്ടായാ അത് കളയാൻ പാടുണ്ടോ? ചെറിയമ്മ നേരിട്ട് കണ്ടിട്ടുണ്ട്. അമ്മ നേരിൽ കണ്ട കാര്യം അതിനെ നേരിട്ട് അനുഭവിക്കേണ്ടത് പ്രിയങ്കയാ. വരുണും രാധികയും തമ്മിലുള്ള തെറ്റായ ബന്ധം പ്രിയങ്കയുടെ കണ്ണില് നമ്മൾ കാണിച്ചു കൊടുക്കും. എന്നിട്ടിപ്പോ ചേച്ചിയെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അവളോട് ചേച്ചിയെ കൊല്ലാൻ നമ്മൾ പറയും. എന്നിട്ട് അവള് കൊല്ലുവോ? കൊല്ലും. സംശയം എന്താ? കൊല്ലട്ടെ. ഒരുത്തി ചത്തുപോവും, അടുത്തവള് ജയിലിലും ആവും. എങ്ങനെ നോക്കിയാലും നമുക്ക് ലാഭമാ. എങ്കി കൽപ്പന അതിനുള്ള മാർഗങ്ങൾ നോക്കിക്കോ. എത്രയും പെട്ടെന്ന് വേണം. ഏട്ടത്തി ഈ ചൂടില് നിൽക്കുമ്പോ തന്നെ എല്ലാം വെട്ടി ഒതുക്കണം. ഇനി അവള് സംസാരത്തിന്റെ കാര്യം പറഞ്ഞെന്റെ മുമ്പിൽ വരട്ടെ. അവൾക്ക് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാം കൽപ്പന എന്താണെന്ന്. നമ്മൾ ഒഴിച്ചാരും ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കേണ്ട ചെറിയമേ. അനുഭവിക്കട്ടെ, എല്ലാരും അനുഭവിക്കട്ടെ. മോനെ, മുത്തശ്ശി, എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണ്ട. എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കുകയാണ് മുത്തശ്ശി. ഉള്ളു നിറച്ച് സ്നേഹവും വെച്ച് രാധിക എന്നെ തോൽപ്പിക്കുന്നു. അതിനെന്റെ അമ്മ പോലും കൂട്ടു നിൽക്കുന്നു. ഇവരാരെങ്കിലും എപ്പോഴെങ്കിലും എന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ടുണ്ടോ? സത്യത്തിൽ ഞാൻ ചെയ്ത തെറ്റെന്താ മുത്തശ്ശി? ഇന്ന് വരെ രാധികയല്ലാതെ മറ്റൊരു പെൺകുട്ടി ഞാൻ മനസ്സിൽ താലോലിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. അവളെ സ്നേഹിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. ഞാൻ അവളുടെ ഭർത്താവാ. അമ്മയ്ക്കോ ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്കോ അതറിയില്ലായിരിക്കാം. പക്ഷെ അയാൾക്കറിയില്ലേ, മുത്തശ്ശിക്കറിയില്ലേ? നീ ഇങ്ങനെ ചോദിക്കുമ്പോ കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷേ രാധിക നിൽക്കുന്ന സ്ഥാനം കൂടി ഓർക്കണ്ടേ? അവളുടെ മനസ്സിൽ നിന്നോട് എത്ര സ്നേഹം ഉണ്ടായാലും അത് തുറന്നു പറയാൻ പറ്റിയ ഒരവസ്ഥയിലാണോ അവള്? സ്വന്തം ജീവൻ തന്നെ എടുത്തു വളർത്തിയ അച്ഛനമ്മമാർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു പെൺകുട്ടി അവർക്ക് പിറന്ന മകളെ ദ്രോഹിക്കാൻ തയ്യാറാവോ? എടാ, അവൾക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവൾ കുടുങ്ങിക്കിടക്കുക. മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. പക്ഷേ എത്ര കാലം തുറന്നു പറയാൻ കഴിയാത്തടത്തോളം ഈ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും? ചിലപ്പോൾ എല്ലാവരും കൂടി സ്വയം കുരുക്കി കുരുക്കി അവൾ ഇല്ലാതാവും. അതുവരെയാണ് ഞാൻ കാത്തിരിക്കേണ്ടത്. എന്തെങ്കിലും കേട്ട അച്ഛൻ വിഷമിക്കുമെങ്കിലോ, അച്ഛൻ വീണു പോകുന്നൊക്കെ കരുതിയാ ഞാനൊന്നും അറിയിക്കാത്തത്. പക്ഷേ എടാ, പണ്ട് നീ എന്റെയും മുത്തശ്ശന്റെയും പ്രണയത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് നീ പ്രണയത്തിനെക്കുറിച്ച് ഒരുപാട് നന്നായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. എത്ര ദൂരത്തായാലും എത്ര മോശം അവസ്ഥയിലായാലും രണ്ടുപേര് തമ്മിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അനുഭവമാണെന്നൊക്കെ പറയുമായിരുന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? എടാ, തമ്മിൽ തല്ലുന്ന രണ്ട് കുടുംബങ്ങളിൽ പെട്ടു പോയവരില്ലേ? തമ്മിൽ തല്ലുന്ന രണ്ട് രാജ്യങ്ങൾക്കുള്ളിൽ പ്രണയം വച്ച് ജീവിച്ചവരില്ലേ? ആരൊക്കെ എതിർത്താലും
അവസാനം അവരൊന്നിച്ചു ചേരുന്നത് കണ്ടിട്ടില്ലേ? അതാടാ പ്രണയത്തിന്റെ ശക്തി. അതിനുവേണ്ടി മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണം കാത്തിരിക്കുക. അത് മാത്രമാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്നാ ഞാൻ ഉറപ്പു പറയുന്നു, രാധിക നിനക്കുള്ളതാ. എത്ര കാലം കഴിഞ്ഞാലും